ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിവരങ്ങളും സുഖമല്ലേ? നമ്മളിപ്പോൾ ഇന്ന് എവിടുക്കാന്നാവൂലേ? ഇന്ന് വീണ്ടും താത്താൻ്റെ മോള് ഹോസ്പിറ്റലിലാണ്, പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ഡിസ്ചാർജ് ആയിട്ട്. അപ്പോൾ ഡിസ്ചാർജ് ആയപ്പോൾ ഓല് വീട്ടിലേക്ക് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഓപ്പറേഷനൊക്കെ ആയതുകൊണ്ട് ഓക്ക് വീട്ടിലത്ര സൗകര്യം കുറവായതുകൊണ്ട് ഓളെ കല്യാണം കഴിച്ച വീട്ടിലെല്ലാം സൗകര്യം കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ നാത്തൂൻ്റെ വീട്ടിലാണ്. അപ്പോൾ പിന്നെന്താ, അവിടെ ആരും ഇല്ലല്ലോ, വീട് അടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ പിന്നെ ഓളെ വീട്ടിലാട്ടോ, ഓളെ വീട്ടിൽ അത്ര സൗകര്യമില്ല. അപ്പോൾ പിന്നെ ഓള് ബുക്ക് ചെയ്തിട്ടീനോ, പ്രസവിച്ചെടുക്കണ പോണ സ്ഥലം ഉണ്ടല്ലോ, മമ്മാസ് അങ്ങനത്തെ ഒരു സ്ഥലമില്ലേ, അങ്ങോട്ട് പോകാനാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടീൻ്റെ. അപ്പോൾ ഓപ്പറേഷൻ ആയാൽ എല്ലാവരും 15 കഴിഞ്ഞിട്ടേ അങ്ങോട്ട് പോകുള്ളൂ, അല്ല നമുക്ക് നഷ്ടമല്ലേ എന്നൊക്കെ കരുതീനു. പിന്നെ അവളെ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ നഷ്ടവും ലാഭവും നിങ്ങൾ നോക്കണ്ട, ബാത്റൂമും കാര്യമൊക്കെ പെരയിൽ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോളി, നേരെ അങ്ങോട്ട് തന്നെ ഇട്ടാ പോയിക്കണത്. അപ്പോൾ കാണാൻ വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോയതാണ്. ഞങ്ങൾക്ക് എന്തായാലും മലപ്പുറം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കോട്ടപ്പടി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ അടുത്ത് തന്നെ അല്ലേ വിചാരിച്ച് പോയതാട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഏട്ടത്തില്ല, ഓളിപ്പം വന്ന ഉടനെ ഓലെ അവിടെ കൊടുന്നാക്കിയതിന് ശേഷം നേരെ ഓളെ വീട്ടിൽ പോയിക്കാണ്. പിന്നെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ കുറേ തിരുമ്പാണ്ടാവുമല്ലോ, അതൊക്കെ ഓളെ വീട്ടിൽ പോയി തിരുമ്പി ഒക്കെ എല്ലാം റെഡിയാക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഓള് സാധനങ്ങളൊക്കെ കുറേ എടുക്കാനും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മോള് വിളയാക്കി കൂടി ഈ സാധനമൊക്കെ എടുത്ത് വന്നു കേട്ടാ. അപ്പോൾ ഓല് വന്നപ്പോത്തിന് ഉച്ചക്കത്തെ ചോറ് ഓല് ഇവിടെ കൊടുത്തേക്കണ്. പിന്നെ ഉച്ചക്കത്തെ ചോറുണ്ട്, വൈകുന്നേരം പിന്നെന്താ രായി, തേങ്ങാപ്പാലുണ്ടാക്കിയ രായി, കുറേ സാധനം നോക്കുമ്പോൾ കഴിക്കാൻ പറ്റൂല, 15 കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ സാധനങ്ങളൊക്കെ പിന്നെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കുക്കർ, ഒരു ഫ്രൈ പാൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ അടുത്ത് ഉണ്ടായാൽ ഗ്യാസ് അടുപ്പൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളൊരു കുറ്റി കൊടുന്നാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള ചെറിയ മക്കളോട് അനിയത്തി അവിടെ നിൽക്കുന്നില്ല, അനിയത്തിയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ കുറേരി കഞ്ഞിയോ ചായക്ക് കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാം കണക്കാക്കിയ സമയത്തല്ലേ കിട്ടുള്ളൂ. നമുക്ക് മോനാട്ടത്. അപ്പോൾ ഓൽക്കൊക്കെ അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ സാധനം നമ്മളെ പരിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുക, എല്ലാ സൗകര്യങ്ങളും കേട്ടോ. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതേനല്ല, എനിക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞേക്കണം. അപ്പോൾ ഏട്ടത്തിൻ്റെ മോൾ എന്നോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം, എന്താ കഴിക്കാൻ പറ്റുണ്ടും കുളിക്കണ കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചറിയണം. ഇന്നിപ്പോൾ ഒന്നും മേലേകിയിട്ടൊന്നുമില്ല, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വന്നിട്ട് വേണം പിന്നെ മുറിയൊക്കെ കഴുകാനും ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയെന്നല്ല എല്ലാ കാര്യങ്ങളും അവൾ ചോദിച്ചറിയട്ടോ. മോളെ അഞ്ചത്തിനാക്കിക്കാണ്ടാണ് പോയിക്കണം, അവളെ അമ്മയും ഇപ്പിയും കൂടിയും അഞ്ചത്തിയും അവളെ കുട്ടിയുണ്ട് ഇവിടെ. ഇപ്പോൾ നല്ല സൗകര്യം ഇട്ടതാ, വീട് പോലെ തന്നെ ഇട്ടാ. ഞങ്ങളിവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, വെങ്കുളത്ത് എല്ലായിടത്തുണ്ട്, പല സ്ഥലത്തും പല മോഡലാണ്. ഇവിടെ എല്ലാം ഇതുണ്ട്, സൗകര്യമുണ്ട്. ഓള് കിടക്കുന്ന റൂമിൽ AC ഉണ്ട്. പിന്നെ നമ്മളൊരു വീട് തന്നെ, നല്ല സൗകര്യമുള്ള ചെറിയൊരു വീട്, നല്ല മട്ടാണ്. പൈസ ഒക്കെ ഉള്ളവർക്ക് നല്ല മട്ടാണ്, ഒന്നും അറിയണ്ട, ഇവിടെ ഇരിക്കുക, കജ്ജും കാലം നീട്ടി ഇരിക്കുക. പിന്നെ ഓലതൊക്കെ പിന്നെ ഫുഡൊക്കെ ഒരു കണക്കിനെ കിട്ടുള്ളൂ കേട്ടോ. ചോറൊക്കെ ഞാൻ കണ്ടു, തട്ടുപാത്രത്തിൽ കൂടെ നിൽക്കണ 2 ആൾക്കും പിന്നെ പ്രസവിച്ചെടുക്കണ ആൾക്കും അങ്ങനെ 3 ആൾക്കുള്ള ചോറ് അവിടെ തരും കേട്ടോ. അതൊരു കണക്കുള്ള ചോറാണ്. പിന്നെ നമ്മളെ പരിയെന്ന് പറഞ്ഞാൽ ഉച്ചക്കും രാത്രി മാത്രമല്ലല്ലോ, ചിലപ്പോൾ 10 മണിയാകുമ്പോൾ തിന്നും, കുട്ടികളും മക്കളും ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ വെക്കാമെന്ന് പറയുന്നുണ്ട് ഓള്. കുറച്ച് അരിയും ഒരു കുക്കറും കൊടുന്നുകാണ്ട് ഇവിടെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുന്നേക്കാം, വീട്ടിൽ നിന്ന് ഉണ്ടായിക്കാണ്ടും കൊടുന്നേക്കാം. എന്താ അപ്പം എൻ്റെ ഏട്ടത്തി സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കിട്ടാ, തുണികളും ഫ്ലാസ്ക്, ബെഡ്, നിലത്ത് കിടക്കണമെങ്കിൽ പിന്നെ അവരൊക്കെ അഞ്ചത്തിയും അവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിലത്ത് ബെഡ് ഇട്ടുകൊണ്ട് അങ്ങനെയും കിടക്കാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ വന്നപ്പോൾ ഓള് രാവിലെ തിരുമ്പാൻ വെച്ചിട്ട് പോയതല്ലേ, ഡിസ്ചാർജ് ചെയ്ത് കണ്ട്. അപ്പോൾ പിന്നെ വന്നപ്പോൾ കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കിയാണ്ട് കൊടുന്നേക്കണം. അപ്പോൾ അതിന് മൂക്ക് വിശന്നാക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ച് പ്രസവിച്ചെടുക്കണമല്ലോ, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ തിന്നണ്ടോ, അത് പിന്നെ രാത്രിയിൽ കിട്ടുള്ളൂ. വൈകുന്നേരം രായിയാണ്, ആ ഓള് തിന്നിട്ടില്ല, രായിയാണ്, തേങ്ങാപ്പാലായിട്ട് ഒക്കെ തിന്നാൻ ഒരു പേടി. അപ്പോൾ അത് തിന്നു, ഏതായാലും നിങ്ങൾ ഇതല്ലേ കുട്ടികളാരെയും തിന്നാളി, ഇവിടുത്തെ കേടെടുത്തി കളയണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പോൾ വന്നപ്പോൾ ലെസ് ചോറും തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നാണ്. സാധനങ്ങളൊക്കെ ഒന്നായിട്ട് ഡൈനിങ് ഹാളിൽ നിറത്ത് വെച്ചപ്പോൾ ഞാനാ കുറേശ്ശെ അപ്പുറത്തൊക്കെ എടുത്തേക്കാണ്. പിന്നെ ഓരോ ഇവരനുസരിച്ച് ഓരിങ്ങനെ ആ തട്ടൊക്കെ ഉണ്ടല്ലോ, അടുക്കളയിൽ കുറേ തട്ടുകളൊക്കെ ഉണ്ടായിക്കൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാമല്ലോ. അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കിയെങ്കിലേ ഒക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ഒരു റെസ്റ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം, അത്രയും തോനെ തിരുമ്പാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് തന്നൂടേന, അഞ്ചത്തിനെ പെരയ്ക്ക് പോയത്, പിന്നെ എൻ്റെ അടുത്ത് തന്നൂടേനാ, അവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് വിളിച്ചുകൂടേനാന്നൊക്കെ ഇങ്ങനെ പറയാം ഞാൻ. എനിക്ക് ഓർമ്മ ഉണ്ടായില്ല, നിങ്ങളെ ഗതി എടുക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോളപ്പോൾ.
ടി വി ഉണ്ട് കേട്ടോ. ടി വിയിൽ ഞങ്ങൾ പിന്നെ ടി വി ഉണ്ട്. ടി വിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെന്താ വീഡിയോസൊക്കെ കാണുകയാണ്. നമ്മളെ ഇന്നലെ ഇട്ട വീഡിയോസൊക്കെ അല്ലേ, ഇങ്ങനെ വറവ് കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ അതിൽ കണ്ടപ്പോൾ ഭയങ്കര രസം കിട്ടാ. പിന്നെന്താ നല്ല വലുതായി കാണല്ലേ, ഭയങ്കര രസമുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പോലെ അടിച്ചു നോക്കിയതാണ്. അപ്പം എൻ്റെ ഏട്ടത്തിൻ്റെ മോള് എന്നോട് പറയാം, പ്രസവിച്ചെടുക്കണ മോള് എന്നോട് പറയാം, പിന്നെ കുഞ്ഞാമ്മ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് പ്രസവിച്ച അന്ന് വീഡിയോ എടുത്തുകൊണ്ട് എനിക്കെല്ലാം കാണാൻ പറ്റി. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലല്ലേ ഇതിനാ, അപ്പോൾ എന്തൊക്കെയാണ് പുറത്ത് നടക്കണമെന്നപ്പോൾ എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് വന്നതിന് ശേഷം അങ്ങനെ എനിക്കെല്ലാം കാണാൻ പറ്റി. നിങ്ങൾക്ക് വീഡിയോയും ചാനലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടീനെ വാങ്ങി കൊടുക്കാൻ കൊണ്ടുകൊണ്ടും ഒക്കെ പറയാൻ കൊടുത്തു എന്താണെന്നുള്ളതൊക്കെ ഓക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴേ ഒക്കെ എനിക്ക് കാണാൻ പറ്റി. അതൊരു വലിയൊരു ഉപകാരമായി എന്നൊക്കെ ഇങ്ങനെ ഓള് പറയാം. അപ്പോൾ ഏട്ടത്തി വന്നാൽ ചായ അവിടെ ഉണ്ടാക്കി ഇങ്ങോട്ട് ബന്നു കൊടുക്കാണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ചായ കൊടുക്കുക കേട്ടോ. ഹോർലിക്സും പാലും കൂടിയും കലക്കിക്കാണ്ട് ഓക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തോന കലക്കിയതാണ്. അപ്പോൾ ഓക്ക് അപ്പോൾ അതും കുടിച്ചാൻ പേടി, അത്രയും പേടിയാണ് ഓക്ക്. തുന്നറ്റ പഴുക്കോ വിചാരിച്ചുകൊണ്ട് അത്രയും പേടിയാണ്. അപ്പോൾ ഞാൻ അപ്പം അങ്ങനെയൊക്കെ വിശക്കണീന് എന്തെങ്കിലുമൊക്കെ തിന്നാൽ മതി, 15 കഴിഞ്ഞിട്ടൊക്കെ തിന്നാല, ഞാൻ ജനല്ലേ ബുദ്ധിമുട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ പേടിച്ചിട്ട് ആ ബൂസ്റ്റ് പോലും കഴിക്കണില്ല കേട്ടോ. എൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് ആട്ടത് ഞങ്ങൾക്ക് ഓലെ വീട് അടിച്ചിട്ടൊക്കെ കേട്ടോ. വീട്ടിലാരും ഇല്ലല്ലോ, ഒക്കെ 2 പെൺകുട്ടികളല്ലേ. ഡിസ്ചാർജ് ആയ തിരക്കിൽ ഒരു എല്ലാ ദിവസത്തെ വീഡിയോസും കാണണല്ലേ. അപ്പോൾ ഇത് ഇന്നലത്തെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഇത് അതിൽ കാണണം, ഇന്നലെ ഇട്ട വീഡിയോ ആണല്ലോ ഇത്. അത് ഒരു ഇങ്ങനെ ടി വിയിൽ കാണാം കേട്ടോ, എല്ലാതും കാണലുണ്ട്. അപ്പം ഞാനും തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ടി വി കണ്ടപ്പോൾ എന്താ ആദ്യം എനിക്കും മനസ്സിലായിട്ടില്ലേനു. പിന്നെ ഇങ്ങനെ കാണുന്നത് ഞാൻ നോക്കി നിന്നപ്പോൾ ഒരു വേറെ എന്തൊക്കെയാണ് കാണാമായിരുന്നീനു. അപ്പോൾ പിന്നെ ഇത് ഇടിച്ചൊക്കെ ഉണ്ടാക്കണൊക്കെ ഇങ്ങനെ ഇന്നലത്തെ കണ്ടപ്പോഴേ ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ഉള്ളൂ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. നമ്മളിപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണും, പിന്നെ നോക്കലില്ലല്ലോ പൈക്ക്. പിന്നെ ആരുടെയും കമൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കലല്ലേ ഉള്ളൂ. കമൻറ്റിനൊക്കെ മറുപടി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഓളെ മേലാകാൻ വേണ്ടിയിട്ട് ഏട്ടത്തിയാണ് ഇത് ബാത്റൂമിൽ കൊണ്ടുപോയിക്കണം. ഓൾ വന്നപ്പോൾ അതിന് കുറേ വൈകിയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോട്ടെ. എൻ്റെ മോൻ്റെ വയറ്റിൽ നടക്കണം ഓളെ മോള്, ചെറിയ മോളെ 2ാമത്തെ കുട്ടിയാണ്, പെൺകുട്ടി. ഭയങ്കര ഇഷ്ടമാണ്. മിച്ചറ് നിന്നുമ്പോൾ വയറ്റിൽ അങ്ങനെ മണ്ടി പാഞ്ഞ് നിൽക്കണം, അതിൻ്റെ കൊടുക്കണമില്ല. അങ്ങനെ ഞങ്ങളെ പോന്നു കിട്ടുക. ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങി പോരാണ്. ഞങ്ങൾക്ക് പോരാൻ നിന്നീനോ അതുപോലെ പരിയിലിട്ടൊന്ന് പോയി തരാം വിചാരിച്ചതായിട്ട്. അപ്പോൾ പിന്നെ പോരാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിച്ചാനും ഊഞ്ഞാലും പാർക്കും ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.